കാശ്മീർ ട്രിപ്പിൻ്റെ ഒന്നാം ഭാഗം, അതായത് കേരളത്തിൽ നിന്ന് തിരിച്ച് ഡൽഹി എത്തി ഡൽഹിയിലെ കാഴ്ചകൾ കാണുന്നത് വരെയുള്ളത് ഒന്നാമത്തെ ഭാഗത്തിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി 6-ാം തീയതി വൈകുന്നേരത്തോടു കൂടി ഡൽഹി കണ്ടു കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് തിരിക്കുന്ന 6-ാം തീയതിയും 7-ാം തീയതിയുമുള്ള വിശേഷങ്ങളടങ്ങുന്ന രണ്ടാം ഭാഗം. കാശ്മീർ ട്രിപ്പിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഞങ്ങൾ 6-ാം തീയതി വൈകിട്ട് ഡൽഹിയിൽ നിന്ന് ജമ്മു താവിയിലേക്ക് കുറച്ച് പേർ ബസ്സിൽ, ബാക്കിയുള്ളവർ ട്രെയിനിലുമായി പുറപ്പെട്ടു. രാത്രി ട്രെയിനിലും ബസ്സിലുമുള്ള സുഖനിദ്ര, യാത്ര സുഖമായിരുന്നു. കംഫർട്ടബിളായിട്ട് ഞങ്ങൾ നേരം പുലർന്നപ്പോൾ ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിലെത്തി. റിഫ്രഷ്മെൻറ്റ് കഴിഞ്ഞ് കാശ്മീരിൽ പോകാനുള്ള, ശ്രീനഗറിലേക്കുള്ള ബസ് കാത്ത് ഞങ്ങൾ നിന്നു. ബസ്സെത്തി. കാശ്മീരികളായ ഗൈഡുകൾക്കൊപ്പം ബസ്സിൽ കയറി. ലഗേജും എല്ലാം അവരെ തന്നെ ഹെൽപ്പ് ചെയ്തു തന്നു. അങ്ങനെ ഞങ്ങൾ ജമ്മു താവിയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള നാഷണൽ ഹൈവേയിൽ ബസ്സിൽ യാത്ര തുടങ്ങി. നല്ല തിരക്കുള്ള പാത. കുറച്ച് മുൻപോട്ട് പോകുന്തോറും ഒരു വശത്ത് ചെങ്കുത്തായ, നോക്കത്താ ദൂരം വരെ ഉയരത്തിലുള്ള മലകളും പാറക്കെട്ടുകളും. അതിനെ അരഞ്ഞാണമിട്ടതുപോലെ നാഷണൽ ഹൈവേ ചുറ്റി വളഞ്ഞ് പുളഞ്ഞ് പോകുന്നു. നിറയെ സഞ്ചാരികളുടെ വാഹനങ്ങളും നാട്ടുകാരുടെ വാഹനങ്ങളും, ഇതിനോടൊപ്പം തന്നെ മിലിറ്ററി വാഹനങ്ങളും. അങ്ങനെ വളരെ തിരക്കേറിയ ദേശീയപാത. അപ്പോൾ ഒരു വശത്ത് കുന്നും മലയും പാറക്കെട്ടുമാണെന്ന് പറഞ്ഞു, നോക്കത്താ ദൂരത്തോളം ഹൈറ്റിൽ. അത് ഇടയ്ക്കിടയ്ക്ക് അടർന്ന് വീണ് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഇനി മറുവശത്ത് കൈവരിയില്ല, അഗാധമായ ആഴം. ഈ അഗാധമായ ആഴത്തിൻ്റെ താഴെ നമ്മൾ നോക്കിയാൽ, ബസ്സിൻ്റെ സൈഡ് സീറ്റിലൂടെ എത്തി നോക്കിയാൽ വിശാലമായ ഒരു പുഴ ഒഴുകുന്നത് കാണാം. വളരെ വിശാലമായ പുഴ, നല്ല കുത്തൊഴുകി വെള്ളം കുത്തി ഒലിച്ചു പോകുന്നുണ്ട്. അതിൻ്റെ മറുകരയ്ക്ക്, അങ്ങേക്കരയ്ക്ക് ജനവാസ മേഖല, ഗ്രാമവും വാലിയും വില്ലേജും, അതുപോലെ നല്ല റെസിഡൻഷ്യൽ ഏരിയകളും ഉൾപ്പെടുന്ന വിശാലമായ ഭൂപ്രദേശം. അതും സമതലമല്ല, കുന്നും ചരിവും മലയും ഹൈ റേഞ്ചും ഒക്കെയാണ്. അങ്ങനെ പ്രകൃതി രമണീയമായ കാശ്മീർ കാണാനായി ഞങ്ങൾ പോകുന്ന വഴിയും വളരെ മനോഹരമായിരുന്നു. മുമ്പോട്ട് പോകുന്തോറും യാത്ര ബ്ലോക്ക് തുടങ്ങി. മണിക്കൂറുകളോളം ബ്ലോക്കിൽ കിടന്നു. അപ്പോഴൊക്കെ നാട്ടിൽ നമ്മുടെ പത്രവാർത്തകൾ കേൾക്കാറുള്ളത്, വായിക്കാറുള്ളത് ഓർമ്മ വന്നു. ജമ്മു നാഷണൽ പാതയിൽ മണ്ണിടിച്ചിലാണ്, സഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നു, വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു എന്നൊക്കെയുള്ള വാർത്ത മനസ്സിലൂടെ കടന്നുപോയി. ബ്ലോക്ക് 2-3 മണിക്കൂർ ബ്ലോക്കിൽ കിടക്കും, അല്പം ഒന്ന് നീങ്ങും, വീണ്ടും പോവും. അങ്ങനെ കഷ്ടിച്ച് മുൻപോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ബ്ലോക്കിൻ്റെ കാര്യം എന്ന് പറയുന്നത്, പലയിടത്തും വഴിക്ക് വീതി കുറവാണ്.
പിന്നെ റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ ടണൽ പണിയുന്നുണ്ട്. ടണലിന് വേണ്ടി പാറ പൊട്ടിക്കുമ്പോൾ വാഹനങ്ങൾ പിടിച്ചിടാറുണ്ട്. പിന്നെ ചിലപ്പോൾ നാരോ ആയിട്ടുള്ള ലൈനിൽ വണ്ടികൾ കടന്നു പോകാൻ പറ്റാതെ ബുദ്ധിമുട്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നതുണ്ട്. അങ്ങനെ പത്രവാർത്തകളെല്ലാം മനസ്സിലൂടെ കടന്നു പോകുന്ന ആ ചെറിയ നടുക്കത്തോടെ വീണ്ടും യാത്ര മുന്നോട്ട് പോയി. മുന്നോട്ട് പോകുന്തോറും ആവേശവും അതിലേറെ അത്ഭുതവും, അതോടൊപ്പം തന്നെ കാശ്മീരിലേക്കാണല്ലോ എന്നുള്ള ഒരു അഭിമാനവും മനസ്സിലുണ്ടായിരുന്നു. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കാശ്മീരൊന്ന് കാണുക എന്നുള്ളത്. അതിപ്പോഴാണ് സാവകാശം കിട്ടിയത്. എങ്ങനെയായിരിക്കും കാശ്മീർ? കാശ്മീരിൻ്റെ ഭൂപ്രകൃതി നമ്മൾ ഭൂപടത്തിലോ അല്ലെങ്കിൽ വായിച്ചറിയുന്നത് പോലെയല്ല നേരിട്ട് കണ്ട് അനുഭവിച്ച് അറിയുന്നത്. അപ്പം നമുക്ക് പോകാനുള്ള കാശ്മീരിലേക്കുള്ള ജമ്മുവിലേക്കുള്ള വണ്ടി വന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യം തിരക്കിയത് AC ഇല്ലേ, AC ബസ്സല്ലേ. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, എൻ്റെ സ്റ്റാഫ് പറഞ്ഞു, AC പോലെ തന്നെയാണ്, ഒന്നും പേടിക്കണ്ട, അല്പം കഴിയുമ്പോൾ AC ആയിക്കോളും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നല്ല കൊടും വെയിലാണെങ്കിലും AC ഉള്ള ബസ്സിലിരിക്കുന്ന പ്രതീതി, നല്ല സുഖശീതളമായ കാലാവസ്ഥ. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങളുടെ ട്രിപ്പ് അപ്ഡേറ്റ്സുകാർ ഞങ്ങൾക്കൊരു ഓഫർ കൂടി തന്നിരുന്നു. നമുക്ക് ബനിഹാൾ വരെ ബസ്സിൽ പോയിട്ട് ബനിഹാളിൽ നിന്ന് ട്രെയിനിൽ ശ്രീനഗറിലേക്ക് പോകാം. ആ യാത്ര അതിമനോഹരമാണ്. ആ യാത്ര കൂടി നമുക്ക് ആസ്വദിക്കണം. അങ്ങനെ നമ്മൾ സമയം കളയാതെ എങ്ങും നിർത്താതെ പെട്ടെന്ന് നേരെ ഉരുട്ടുന്നതിന് മുമ്പ് അങ്ങ് എത്തണം. അപ്പോൾ ഓർക്കണേ, ഞങ്ങൾ രാവിലെ തുടങ്ങിയ യാത്രയാണ്. ഉച്ചയായി, 4 മണിയായി. അങ്ങനെ സമയം കഴിഞ്ഞു 6 മണിക്ക് ഞങ്ങൾ ബനിഹാളിലെത്തി. വൈകുന്നേരം 6 മണിക്ക്. ഇതിനകം ഒരുപാട് ഹെയർ പിന്നുകൾ കടന്ന് കയറി ഇറങ്ങി, ഹെയർ പിൻ പോലെ വളവുകൾ, അധികം ഉയരത്തിലല്ല, കയറി ഇറങ്ങി വളഞ്ഞ് ടണലുകൾ കടന്നു. ചെങ്കുത്തായ മലനിരയ്ക്ക് അരഞ്ഞാണമിട്ടതുപോലെ മുൻപോട്ട് പോകുന്ന റോഡ് കണ്ടു. ആകാശമുട്ടയുള്ള മഞ്ഞുമലകളും മഞ്ഞുമല ഇടിഞ്ഞിറങ്ങിയതും അതിൽ നിന്ന് വെള്ളം ഊർന്നു വരുന്നതും പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടു. അങ്ങനെ ഒരു നാടിൻ്റെ സംസ്കാരം അടുത്തറിഞ്ഞ് ആവേശത്തോടെ ഞങ്ങൾ 6:30 ബനിഹാളിലെത്തി. അപ്പോൾ ഒരു സ്പെഷ്യൽ ട്രെയിനുണ്ട് ബനിഹാളിൽ നിന്ന് ശ്രീനഗറിലേക്ക്. ഞങ്ങൾ ധൃതി പിടിച്ച് ആ ട്രെയിനിൽ ഓടിക്കയറിയപ്പോഴേക്കും ഇരുട്ട് വീണു. പിന്നെ അതിൻ്റെ ഫോട്ടോ എടുക്കാനോ പകൽ വെളിച്ചത്തിൽ ബനിഹാളിൽ നിന്ന് കാശ്മീരിലേക്കുള്ള ശ്രീനഗറിലേക്കുള്ള യാത്ര ആസ്വദിക്കാനോ നമുക്ക് പറ്റിയില്ല. എന്നാലും ഇരുട്ടാണെങ്കിലും അകലെ നിന്ന് വീഴുന്ന നേരിയ പ്രകാശവും അതുപോലെ രാത്രിയുടെ നിലാവെളിച്ചവും എല്ലാം ആ ഭൂപ്രകൃതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. നല്ല മനോഹരമായ ഭൂപ്രകൃതി. ഇരുട്ടാണെങ്കിലും അതിനും ഉണ്ടൊരു ചന്തം. അങ്ങനെ രാത്രി ഞങ്ങൾ 8 മണിയോടുകൂടി ശ്രീനഗറിലെത്തി. ശ്രീനഗറിൽ നിന്ന് ഞങ്ങളുടെ ബസ്സിൽ നേരെ ഹോട്ടലിലേക്ക് പോയി റിഫ്രഷ് ചെയ്തു. അന്ന് അവിടെ താമസം. പിറ്റേ ദിവസം നേരം പുലർന്നു. നമുക്ക് നേരെ സോണാമാർഗിലേക്കാണ് ഇന്ന് പോകുന്നത്. നമ്മുടെ അറിയിപ്പ് വന്നു, ഇന്ന് സോണാമാർഗിലേക്കാണ്.
നേരെ ഞങ്ങൾ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഏറ്റവും മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷൻ. പട്ടാളം CRPFും റോന്തി വരുന്നുണ്ട്. ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ട്. അധികം ജനങ്ങളോ സഞ്ചാരികളോ ഒന്നുമില്ല. ആൾത്തിരക്കൊഴിഞ്ഞ ശാന്തമായ സുന്ദരമായ മനോഹരമായ നല്ല പ്രിമൈസോട് കൂടിയ നല്ല കെട്ടിടങ്ങളോട് കൂടിയ നല്ല വാസ്തുശില്പ മാതൃകയിൽ നിർമ്മിതമായ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ. അത്ഭുതത്തോടെ ഞങ്ങൾ നോക്കി നിന്നു. ഇങ്ങനെയും ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാൻ കഴിഞ്ഞതിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അല്പസമയം ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ചുറ്റി നടന്ന് കണ്ട് ഫോട്ടോയും വീഡിയോയും എടുത്ത് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹോട്ടൽ റൂമിലേക്ക് യാത്രയായി.